ഹലോ, എല്ലാവർക്കും ബയോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത അൺടാപ്ഡ് പോർഷൻസ് ആണ്. എന്താണ് അൺടാപ്ഡ് പോർഷൻസ്? ഇതുവരെയും പാഠഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാത്ത ഏരിയകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ ഇനി A+ഓ ഫുൾ മാർക്കോ വാങ്ങാൻ കഴിയില്ല. കാരണം +2വിന്റെ പരീക്ഷ ആ രീതിയിലായിരുന്നു. പുതിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. പല ഭാഗങ്ങളും ആദ്യമായിട്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ +1 ബയോളജിയും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഈ അൺടാപ്ഡ് പോർഷൻസ് ക്ലാസ് എടുക്കാൻ കാരണം തന്നെ. ക്ലാസ്സുകൾ കാണുക, അൺടാപ്ഡ് പോർഷൻസ് കൂടി നന്നായിട്ട് വർക്ക് ചെയ്യുക, അതും നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ അൺടാപ്ഡ് പോർഷൻസിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ പോർഷൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്നത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ആരാണ് പ്രൊപ്പോസ് ചെയ്ത് നമുക്കറിയാം? പോൾസ് ലിനേഴ്സ് ആണ്. ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അധികം ക്വസ്റ്റ്യനിൽ അങ്ങനെ കണ്ടിട്ടില്ല, ചോദിച്ച് കണ്ടിട്ടില്ല. ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ഇൻടു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് വാസ് ഈസിലി ഡൺ. പ്ലാന്റ്സ് എന്നും അനിമൽസ് എന്നും ജീവജാലങ്ങളെ ഈസി ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതാണ് ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വാസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാനും വളരെ എളുപ്പമായി. എന്നാൽ ഇതിന്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂക്കാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്, unicellular and multicellular organisms, and photosynthetic and non-photosynthetic organisms. അതായത് ഈ ഗ്രൂപ്പിനകത്ത് പ്ലാന്റ്സും അനിമൽസും മാത്രമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ വരാത്ത പല ജീവികളെയും പ്ലാന്റ്സിൽ അനിമൽസിന്റെ മിക്സ് ചെയ്തിട്ടേക്കാണ്. അതായത് യൂക്കാരിയോട്സും പ്രോകാരിയോട്സിനെ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്, അങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ടില്ല. യൂണിസെല്ലുലർ മൾട്ടിസെല്ലുലർ ഓർഗാനിസിനെ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്, ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ടില്ല. അതുപോലെ ഫോട്ടോസിന്തറ്റിക് നോൺ ഫോട്ടോസിന്റെ മിക്സ് ചെയ്തിരിക്കുകയാണ്. അതായത് പ്ലാന്റ്സിന്റെ കൂട്ടത്തിലാണ് ഫംഗസുകളായ നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം ഡിഡ് നോട്ട് ഫാൾ ഇൻടു എയ്തർ കാറ്റഗറി. എന്നാൽ കുറെ ജീവജാലങ്ങളെ ഒരു ക്ലാസിഫിക്കേഷനും ഉൾപ്പെടുത്തിയിട്ടുമില്ല. Hence, the two kingdom classification used for a long time was found inadequate. അതുകൊണ്ടാണ് വളരെ നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടു കിങ്ഡം ക്ലാസിഫിക്കേഷനെ ഇൻഅഡിക്വേറ്റ് എന്ന് പറയാൻ കാരണം. ഇൻഅഡിക്വേറ്റ് മീൻസ് അപര്യാപ്തത. അതായത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻഅഡിക്വേറ്റ് ആണ്. റീസൺ ചോദിച്ചാൽ ഡിമെറിറ്റ്സ് ആണ് എഴുതുന്നത്. സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇതുവരെ ചോദിക്കാത്ത ഏരിയയാണ്. ഇവിടെ കിങ്ഡത്തിന്റെ മുകളിൽ ഡൊമൈൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ഫൈലം കിങ്ഡം കഴിഞ്ഞാൽ വീണ്ടും ഡൊമൈൻ എന്നൊരു ടാക്സോൺ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 ഡൊമൈൻ ആണ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലുള്ളത്. അതായത് കിങ്ഡത്തിന്റെ മുകളിലായിട്ട് 6 കിങ്ഡത്തിന്റെ മുകളിലായിട്ട് 3 ഡൊമൈനുകൾ. അതിൽ 2 ഡൊമൈൻ എന്ന് പറയുന്നത് കിങ്ഡം മൊണീറയെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതാണ്. മൂന്നാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് എല്ലാ യൂക്കാരിയോട്സിനെ ചേർത്തുകൊണ്ടാണ് മൂന്നാമത്തെ ഡൊമൈൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഏർലിയർ ക്ലാസിഫിക്കേഷന്റെ കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അതായത് പ്ലാന്റ്സ് എന്ന ഗ്രൂപ്പിൽ പണ്ട് ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തുന്നത് പ്ലാന്റ്സ് മാത്രമല്ല, ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫംഗൈ, മോസസ്, ഫേൺസ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇതെല്ലാം കൂടെ ചേർന്നായിരുന്നു കിങ്ഡം പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ്സ്. എന്തുകൊണ്ട് ഇവയെ പ്ലാന്റ്സിൽ ഉൾപ്പെടുത്തി? സെൽവാളിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ പ്രോകാരിയോട്ടിക് ബാക്ടീരിയകളായി അതുപോലെ ബ്ലൂ ഗ്രീൻ ആൽഗകളായ സയോന ബാക്ടീരിയകളെയും സെൽവാളിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് യൂക്കാരിയോട്സിന്റെ കൂട്ടത്തിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ക്ലാമിഡോമോണസ്, ക്ലോറല്ല പോലുള്ള ഓർഗാനിസിന്റെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. കാരണം മുൻപ് ഇത് ഉൾപ്പെടുത്തിയിരുന്നത് കിങ്ഡം പ്ലാന്റയിലെ ആൽഗകളിലായിരുന്നു. കാരണം യൂണിസെല്ലുലർ ആണ്, മൈക്രോസ്കോപ്പിക് ആണ്, സെൽവാളിന്റെ പ്രസൻസ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ അത് കിങ്ഡം പ്രോട്ടിസ്റ്റയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പാരമീസിയും അമീബയെ പണ്ട് കാലങ്ങളിൽ അനിമയിലേക്ക് അത് ഉൾപ്പെടുത്തിയത്. കാരണം സെൽവാൾ ഇല്ലാത്ത ഒറ്റ കാരണം കൊണ്ട് പാരമീസത്തിനെയും അമീബയും അനിമയിലേക്കകത്തായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. എന്തുകൊണ്ട് ഫംഗസുകളെ കിങ്ഡം പ്ലാന്റുകളിൽ നിന്ന് മാറ്റി? പിന്നീടുള്ള സയന്റിസ്റ്റുകൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ കിങ്ഡം പ്ലാന്റിൽ കിടന്ന ഫംഗസിനെ എടുത്ത് മാറ്റി പുതിയ കിങ്ഡമാക്കി കിങ്ഡം ഫംഗൈ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവയുടെ സെൽവാളിനെ കൈറ്റിൻ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാന്റ്സിന്റെ ആണെങ്കിൽ സെല്ലുലോസ് കൊണ്ടാണ്. ആ ഒരു വ്യത്യാസം കാണുന്നത് മാറ്റിയത്, ഓർത്തു വെച്ചിരിക്കുക. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് കിങ്ഡം മൊണീറയില് അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് അതൊന്നും തൽക്കാലം ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. ഹെറ്ററോസിസ്റ്റം ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണെങ്കിൽ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് നോസ്റ്റോക്കിന്റെ കൂടെയുള്ള അനബീന. നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത് നോസ്റ്റോക്ക് അതിൽ ഹെറ്ററോസിസ്റ്റ് ഉണ്ടെന്നും അത് നൈട്രജൻ ഫിക്സിനെ സഹായിക്കുമെന്ന് അറിയാം. എന്നാൽ അനബീന എന്നൊരു മറ്റൊരു ബ്ലൂ ഗ്രീൻ ആൽഗ അല്ലെങ്കിൽ സയാന ബാക്ടീരിയയിലും ഹെറ്ററോസിസ്റ്റ് കാണപ്പെടുന്നത് നോട്ട് ചെയ്ത് വെച്ചിരിക്കും.
ബാക്ടീരിയകളെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉൾപ്പെടെ, അതിന്റെ സ്ട്രക്ചർ, ഷേപ്പ്. എന്നാൽ ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ അതും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടില്ല. ബാക്ടീരിയ ബൈനറി ഫിഷൻ വഴിയും അതുപോലെ തന്നെ സ്പോറുലേഷൻ, പ്രത്യേക സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയും അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷനും കാണിക്കും. അതായത് ഒരു ബാക്ടീരിയയിൽ നിന്നും ജനറ്റിക് കണ്ടന്റ് ആയ DNA മറ്റൊരു ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതൊന്ന് ഓർത്തിരിക്കുക. കിങ്ഡം പ്രോട്ടിസ്റ്റയില് ക്രൈസോഫൈറ്റ്സ് ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. ഈ പേര് തന്നെ ക്രൈസോഫൈറ്റ്സിന്റെ മേജർ ഗ്രൂപ്പിന്റെ പേര് ചോദിക്കാറുണ്ട്. ഡയാറ്റംസും ഡെസ്മിഡ്സും അത് ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഡൈറ്റമീഷ് എർത്തൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. എന്നാൽ ഗോൾഡൻ ആൽഗെ എന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു ആൽഗയാണ് ഡെസ്മിഡ്, അല്ലെങ്കിൽ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്ന ഒരു ഓർഗാനിസമാണ് ഡെസ്മിഡ്. അറിയപ്പെടുന്ന പേര് ഗോൾഡൻ ആൽഗെ. ഒന്ന് നോട്ട് ചെയ്തിരിക്കും. അടുത്തത് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സിന്റെ അകത്ത് ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് യൂഗ്ലിന അതിന്റെ സെൽവാളിന് പകരം തെല്ലിക്കളുള്ള കാര്യമൊക്കെ എപ്പോഴും പരീക്ഷയിൽ ചോദിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ട് സ്വഭാവമുണ്ട്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും. പ്ലാന്റ്സിനെ പോലെയും ആനിമൽസിനെ പോലെയും ന്യൂട്രീഷൻ കാണിക്കാനുള്ള പ്രത്യേകത അതൊന്ന് നോട്ട് ചെയ്യുക. സ്ലൈമേഴ്സിന്റെ പ്രത്യേകത സാപ്രോഫൈറ്റിക് പ്രോട്ടിസ് ആണ്. അതായത് അഴുകിയ വസ്തുക്കളിൽ ആഹാരം സ്വീകരിക്കുന്ന ഒരു പ്രോട്ടിസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് സ്ലൈമോൾസ് ആണ്. സീരിയേറ്റഡ് പ്രോട്ടോസോവിന്റെ പ്രത്യേകത, എക്സാമ്പിൾ പാരമീസിയം, തൗസൻഡ്സ് ഓഫ് സീരിയ കവേഡ് ആണെന്ന് അറിയാം. ഇവരുടെ ബോഡിയിൽ ഒരു ഗൾനറ്റ് എന്നൊരു ക്യാവിറ്റി ഉണ്ട്, ഒരു അറയുണ്ട്, സ്റ്റൊമക്ക് പോലെ തോന്നിക്കുന്ന ഒരു അറയുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. സ്പോറോസോവനില് ലൈഫ് സൈക്കിളില് ഇൻഫെക്ഷ്യസ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് പ്രോട്ടോസോവൻ ആണ്. ഓർക്കേണ്ടത് അതിന് എക്സാമ്പിൾ പ്ലാസ്മോഡിയം. അതിന്റെ കറക്റ്റ് പേര് മലേറിയൽ പാരസൈറ്റ്. അത് മലേറിയ ഉണ്ടാക്കുന്ന ഒരു പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം. മറ്റൊരു കാര്യം, സ്ലൈമൗട്സിന്റെ ബോഡിയുടെ പേരും പ്ലാസ്മോഡിയം എന്നാണ്. തിരിഞ്ഞു പോയത്. കിങ്ഡം ഫംഗയിൽ ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ഫംഗസുകളാണ് ചോദിച്ചിരിക്കുന്നത്. ചോദിക്കാത്ത ഒരു കാര്യമാണ് അതിന്റെ എക്സാമ്പിളുകൾ. അതിൽ ഒന്നാമതാണ് ഇതിൽ ഉൾപ്പെടുന്നത് മഷ്റൂംസും അതുപോലെ ടോഡ് സ്റ്റൂൾസ്, അതായത് പോയിസണസ് മഷ്റൂംസിനെയാണ് അങ്ങനെ പറയുന്നത്. അതൊക്കെ ഫംഗസുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫംഗൽ ഡിസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. വീറ്റിൽ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് വീറ്റ് റസ്റ്റ് ഡിസീസ്. അതിന് കാരണമായ ഓർഗാനിസം പക്സീനിയ എന്ന ബെസിലോ മൈസെറ്റ്സ് ആണ്. റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡിങ് ഓർത്തിരിക്കുക. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ത്രൂ കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർ. സ്പെഷ്യലൈസ്ഡ് സ്പോർട്സുകളാണ് ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ വഴിയെല്ലാം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അസെക്ഷൽ സ്പോറിന്റെ കൂടെ സെക്ഷൽ സ്പോറോ മറ്റേതെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് ഓർഡനായിട്ട് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോർ, സൂസ്പോർ ഇത് മൂന്നും അസെക്ഷൽ സ്പോറുകളാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ രണ്ട് ഗ്യാമീറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന സ്പോറുകൾ എന്ന് പറയുന്നത് സൂസ്പോർ, അസ്കോസ്പോർ, ബെസിലിയോസ്പോർസ് ആണ്. അപ്പൊ ഇത് മൂന്നും സെക്ഷൽ സ്പോർ ആണെന്നും നേരത്തെ പറഞ്ഞത് അസെക്ഷൽ സ്പോർ ആണെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ മറ്റൊരു പ്രത്യേകത തന്നെ അസ്കോമൈസസിലും ബെസിലിയോമൈസസിലും റീപ്രൊഡക്ഷൻ സമയത്തുള്ള ഡൈക്യാരിയോൺ സ്റ്റേജ്, ന്യൂക്ലിയസിന്റെ പെയറിംഗ്, അതിന് ഡൈക്യാരിയോൺ എന്ന് പറയും. ആ ഫേസിനെ ഡൈക്യാരിയോൺ ഫേസ് എന്ന് പറയും. കാണിക്കുന്ന ഓർഗാനിസം അല്ലെങ്കിൽ ഫംഗസുകൾ അസ്കോമൈസസും ബെസിലിയോമൈസസും. ഇനി ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഫൈക്കോമൈസസ് ലോവർ ഫംഗസുകളാണ്. അവരുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സൂസ്പോറുകളാണ്, മോട്ടൈൽ ആയിട്ടുള്ള സൂസ്പോർ. എന്നാൽ നോൺ മോട്ടൈൽ സ്പോറുകൾ ഉപയോഗിച്ചും അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നു. അതിന്റെ പേര് അക്ലനോസ്പോർസ് എന്നാണ്, നോട്ട് ചെയ്യുക. പിന്നെ അതിന്റെ എക്സാമ്പിളുകൾ പഠിക്കുക. മ്യൂക്കർ, റൈസോപ്ലസ്, ബ്രെഡ് മൗൾഡ്. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. എന്നാൽ ചോദിക്കാത്തൊരു എക്സാമ്പിൾ ആണ് ആൽബുഗോ, പാരസൈറ്റ് ഫംഗൈ ഓൺ മസ്റ്റാർഡ്. കടുക് കുടുംബത്തിലെ ചെടികളിൽ അല്ലെങ്കിൽ കടുക് ചെടികളിലൊക്കെ അസുഖം ഉണ്ടാക്കുന്ന ഒരു പാരസൈറ്റ് ഫംഗസ് ഏതെന്ന് ചോദിച്ചാൽ ആൽബുഗോ. അസ്കോമൈസസിന്റെ കോമൺ പേര് സാക്ക് ഫംഗൈ എന്നാണ്. ചാണകത്തിലും മറ്റും അനിമൽസിന്റെ വേസ്റ്റിലും മറ്റും വളരുന്ന ഫംഗസുകളെ കോപ്രോഫിലസ് ഫംഗസുകൾ എന്ന് പറയുന്നത്. അത് അസ്കോമൈസസിൽ വരുന്നതാണ്. ഇവയുടെ അസെക്ഷൽ സ്പോറുകൾ മിക്കവാറും കൊണീഡിയോ ഉപയോഗിച്ചിട്ടായിരിക്കും. അത് കൊണീഡിയോ ഫോർ എന്ന സ്പെഷ്യൽ ഹൈഫയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ പെൻസിലിയം ഓർത്തിരിക്കുക. പിന്നെ സെക്ഷൽ സ്പോറുകൾ എപ്പോഴും അസ്കോസ്പോറുകൾ, അസ്കസിനുള്ളിൽ ഉണ്ടാകുന്ന സ്പോറുകളായിരിക്കും. ഇവ ചേർന്നുള്ള ഫ്രൂട്ടിംഗ് ബോഡിയെ അസ്കോ കാർപ്പ് എന്നും പറയും. പിന്നെ ഇതിനകത്ത് വരുന്ന രണ്ട് എഡിബിൾ ആയിട്ടുള്ള ഫംഗസുകളാണ് മോറൽസും ട്രോഫിൽസും. എക്സാമ്പിൾ ഓർത്തിരിക്കുക, ആസ്പെർജിലസ്, ക്ലേവിസെപ്സ്, ന്യൂറോസ്പോറ. അതിൽ ന്യൂറോസ്പോറയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓർത്തിരിക്കുക. ബയോകെമിക്കൽ ജനറ്റിക് വർക്കിന്റെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ന്യൂറോസ്പോറയാണ്. ബെസിലിയോമൈസസ് ആണ് നമ്മുടെ മഷ്റൂംസ്. അതിനകത്ത് മഷ്റൂംസും ബ്രാക്കറ്റ് ഫംഗയും പഫ്ബാൾ തുടങ്ങിയ ഗ്രൂപ്പുകളും ഉൾപ്പെടുന്നുണ്ട്. ഇവയുടെ കോമൺ മെമ്പേഴ്സ് ആണ് അഗാരിക്കസ് അഥവാ മഷ്റൂം, പിന്നെ അസ്റ്റിലാഗോ സ്മട്ട് ഡിസീസ് ഉണ്ടാകുന്ന ഫംഗസ് ആണ്. നേരത്തെ പറഞ്ഞ കണക്ക് വീറ്റിലുണ്ടാകുന്ന ഡിസീസ് ആണ് റസ്റ്റ് ഡിസീസ്. അതിന് കാരണമായ ഫംഗസ് ആണ് പക്സീനിയ. ആ പേരും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക.
ഹെറ്ററോമൈസസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ. ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് വിളിക്കുന്നു. സെക്ഷൽ സ്റ്റേജസ് ആബ്സെന്റ് ആയതെന്ന് അങ്ങനെ വിളിക്കുന്നത്. എന്നാൽ ചോദിക്കാത്തത് അതിന്റെ അസെക്ഷൽ സ്കോറുകൾ എപ്പോഴും കൊണീഡി ഉപയോഗിച്ചിട്ടായിരുന്നു. എക്സാമ്പിൾ നോട്ട് ചെയ്യുക. ആൾട്ടർനേറിയ, കൊളറ്റോട്രൈക്കം ആൻഡ് ട്രൈക്കോഡെർമ. കിങ്ഡം പ്ലാന്റ് അധികം ചോദിച്ചിട്ടൊന്നുമില്ലെങ്കിലും അതിനകത്ത് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്ലാന്റ്സും ഓട്ടോട്രോഫിക് ആണ്. എന്നാൽ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള പാർഷ്യലി ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഇൻസെക്ടിവറസ് പ്ലാന്റ്സും പാരസൈറ്റിക് പ്ലാന്റ്സും. ഇൻസെക്ടിവറസ് പ്ലാന്റ്സ് ഇൻസെക്ടിനെ ട്രാപ്പ് ചെയ്ത് ആഹാരമാക്കുന്ന പ്ലാന്റുകളാണ് ബ്ലാഡർ വർത്തും വീനസ് ഫ്ലൈ ട്രാപ്പ്, ഓർത്തിരിക്കുക. അതുപോലെ പാരസൈറ്റിക് പ്ലാന്റിന് എക്സാമ്പിൾ ആണ് കസ്ക്യൂട്ട് അഥവാ മൂടിലത്താഴ്. വൈറസുകളിൽ ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിക്കുന്നതിന്റെ പ്രോട്ടീൻ കോട്ടിനെ കുറിച്ചും മറ്റുമാണ്. എന്നാൽ ചോദിക്കാത്തൊരു പ്രത്യേകതയാണ്. ഒന്ന്, നോൺ സെല്ലുലർ ഓർഗാനിസം, സെല്ലില്ലാത്ത ഓർഗാനിസം ആണ്. വാക്കിന്റെ അർത്ഥം, വൈറസ് എന്ന വാക്കിന്റെ അർത്ഥം പോയിസണസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വെനം, അത് ചോദിച്ചിട്ടുണ്ട്. ഇത് കണ്ടെത്തിയതാര്? ഈ വാക്ക് അല്ലെങ്കിൽ വൈറസിനെ കണ്ടെത്തിയതാരെന്ന് വെച്ചാൽ ദിമിട്രി ഇവാനോസ്കി ആണ്. ടുബാക്കോയിൽ ഉണ്ടാക്കുന്ന മൊസൈക് ഡിസീസ് എന്നാണ് അദ്ദേഹം ഇത് കണ്ടെത്തുന്നത്. എന്നാൽ ടുബാക്കോ ചെടിയിൽ ഉണ്ടായ അസുഖത്തിൽ നിന്നും ഒരു സയന്റിസ്റ്റ് അതിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് എക്സ്ട്രാക്ട് ചെയ്തു. ഈ ഫ്ലൂയിഡ് മറ്റ് ഹെൽത്തി പ്ലാന്റ്സിലും അസുഖം ഉണ്ടാകുന്നത് കണ്ടെത്തി. ആ ഫ്ലൂയിഡിന്റെ പേരാണ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം. ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻഫെക്ഷ്യസ് ലിവിംഗ് ഫ്ലൂയിഡിന്റെ പേര് ചോദിച്ചാൽ കണ്ടേജിയം വൈവം ഫ്ലൂയിഡം. ഇത് കണ്ടെത്തിയത് MW ബെയ്ജനറി സയന്റിസ്റ്റ് ആണ്. നോട്ട് ചെയ്യുക. അതായത് ഈ ഫ്ലൂയിഡ് ഒരു ഹെൽത്തി പ്ലാന്റിലേക്ക് പോവുകയാണെങ്കിൽ അതിലേക്കും അസുഖം സ്പ്രെഡ് ചെയ്യാൻ കാരണമാകും. കാരണം ഇതിനകത്ത് വൈറസിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. WM സ്റ്റാൻലി എന്ന സയന്റിസ്റ്റ് ആണ് വൈറസുകൾക്ക് ക്രിസ്റ്റൽ ആകൃതിയാണ് തെളിയിച്ചത്. പിന്നെയുള്ളത് വൈറോയിഡ്സ് ആണ്. വൈറസിനേക്കാൾ ചെറുതാണ്. കണ്ടെത്തിയത് TO ഡൈനോ സയന്റിസ്റ്റ് ആണ്. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസിന് കാരണം വൈറോയിഡ്സ് ആണ്. ഓർക്കേണ്ട ഒരു കാര്യം, പ്രോട്ടീൻ കവറില്ല. നോ ക്യാപ്സിഡ് എന്ന പ്രോട്ടീൻ കവറില്ല. ഫ്രീ RNA ആണ്. ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു RNA ഡിസീസ് കാസ് ചെയ്യുന്നെങ്കിൽ അതിനെ വൈറോയിഡ്സ് എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ കോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് മോളിക്കുലർ വെയിറ്റും വളരെ കുറവായിരിക്കും. പിന്നെ ഇതിനകത്ത് വരുന്നത് പ്രയോൺസും ഗ്ലൈക്കൻസ് ആണ്. അത് എപ്പോഴും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏരിയകൾ അൺടാപ്ഡ് പോർഷൻസ് ആണ്. അധികം ചോദിച്ചിട്ടില്ല. ഇത് പല ഏരിയകളും ഇതുവരെ ചോദിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ആ പോർഷൻസ് കൂടെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തത് അതോടൊപ്പം ഈ പോർഷൻസ് കൂടെ ഉൾപ്പെടുത്തുക. എങ്കിൽ മാത്രമേ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയൂ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? അൺടാപ്ഡ് പോർഷൻസ് മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ മറ്റു ചാപ്റ്ററിന്റെ അൺടാപ്ഡ് പോർഷൻസുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം.